അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2012-2013 സാമ്പത്തിക വർഷത്തിൽ 3 കോടി രൂപ ചിലവഴിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തികൾ സംരക്ഷിക്കുന്നതിനും കാർഷിക മേഖലയുടെ പരിപാലനത്തിലൂടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യം വെക്കുന്നതായി എ സക്കീർ ഹുസൈൻ പറഞ്ഞു. പഞ്ചായത്തിൽ 1000 രൂപ വാങ്ങാൻ വേണ്ടി ആളുകളെ വിളിച്ചപ്പോഴും വന്ന ആളുകളുടെ എണ്ണം 5-6 പേരാണ്. അത് കള്ളത്തരം അറിയാവുന്ന ആളുകളാണ്. ഇത് പൈസ നേരിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നും ഈ 3 ദിവസം തികഞ്ഞ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ ചെല്ലത്തിലുള്ള ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ തിരിച്ചെടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്ന പൈസ വയ്ക്കാൻ വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. 5-6 പേരെ ഇവിടെ വന്നത്. പൈസ മിക്കവാറും എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ ആസ്തി സംരക്ഷണവും അതിന്റെ പരിപാലനവും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മാറ്റിക്കൊണ്ടു. പഞ്ചായത്തിൽ ഒരുപാട് ആസ്തികൾ കിടപ്പുണ്ട്. ഓരോ വാർഡിലും ഒരുപാട് സ്വത്തുവകകളായിട്ടുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷീജയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ.ആർ. ലളിതഭായ്, തോയിത്തല മോഹനൻ, CDS ചെയർപേഴ്സൺ അംബികാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ്. ബഷീർ നന്ദി പറഞ്ഞു. ലൈവ് വാർത്ത അഞ്ചൽ.